കന്നുകാലികളിൽ ഉണ്ടാകുന്ന എച്ച് രോഗം ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗം പെട്ടെന്നില്ലാതാക്കിയതോടെ പകച്ചു നിൽക്കുകയാണ് ക്ഷീരകർഷകനും മാങ്കുളം സ്വദേശിയുമായ നെല്ലിക്കശ്ശേരി ബാബുരാജ്. ബാബുരാജിന്റെ 3 പശുക്കളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ എച്ച് രോഗബാധയേറ്റ് ചത്തത്. ഉണ്ടായ വലിയ നഷ്ടത്തിനൊപ്പം ഏറെ സ്നേഹിച്ചു പരിപാലിച്ചു വന്നിരുന്ന മിണ്ടാപ്രാണികളുടെ നഷ്ടം ബാബുരാജിനും കുടുംബത്തിനും വലിയ മനോവിഷമം കൂടിയാണ് സമ്മാനിച്ചത്. ക്ഷീരമേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തി കുടുംബം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നയാളാണ് ബാബുരാജ്. 4 വലിയ പശുക്കൾ ബാബുരാജിനുണ്ടായിരുന്നു. 35 ലിറ്ററോളം പാൽ ഉൽപ്പാദിപ്പിക്കുകയും 1700 രൂപയ്ക്കടുത്ത് ദിവസേന വരുമാനം കണ്ടെത്തുകയും ചെയ്തിരുന്നയാളാണ് ഈ ക്ഷീരകർഷകൻ. എന്നാൽ കന്നുകാലികളിൽ ഉണ്ടാകുന്ന എച്ച് രോഗം ബാബുരാജിന്റെ വരുമാനം വഴിമുട്ടിച്ചു. എച്ച് രോഗബാധയേറ്റ കറവയുണ്ടായിരുന്ന 2 പശുക്കളും ഗർഭിണിയായിരുന്ന 1 പശുവും അടുത്തടുത്ത ദിവസങ്ങളിൽ ചത്തു. രോഗബാധയേറ്റ് പശുക്കൾ ചത്തതിലൂടെ 2 ലക്ഷത്തോളം രൂപ ഈ ക്ഷീരകർഷകന് നഷ്ടം സംഭവിച്ചു. പശുക്കൾ അസുഖബാധിതരായതോടെ ചികിത്സയ്ക്കായും പശുക്കൾ ചത്തതോടെ മറവ് ചെയ്യാനുമൊക്കെയായി 1.5 ലക്ഷത്തോളം രൂപയും ചിലവഴിച്ചു. ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാമെന്ന പ്രതീക്ഷ ബാബുരാജ് പങ്കുവച്ചു. ഉണ്ടായ നഷ്ടത്തിനൊപ്പം ഏറെ സ്നേഹിച്ച് പരിപാലിച്ചു വന്നിരുന്ന മിണ്ടപ്രാണികളുടെ നഷ്ടം ബാബുരാജിനും കുടുംബത്തിനും വലിയ മനോവിഷമം കൂടിയാണ് നൽകുന്നത്. എച്ച് രോഗബാധയെപ്പറ്റി അറിവില്ലാത്ത ക്ഷീരകർഷകർ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കന്നുകാലികൾക്ക് വാക്സിൻ ലഭ്യമാക്കി നൽകണമെന്ന് തന്റെ അനുഭവത്തിൽ നിന്നും ബാബുരാജ് പറയുന്നു. ഇത് മഴക്കാലത്തുണ്ടാകുന്ന ഒരു വൈറസ് രോഗമാണ്. ഇതിന് പ്രതിരോധ വാക്സിൻ ഉണ്ട്. അത് നമുക്ക് ഇത് അറിയാമല്ലായിരുന്നു. അതുകൊണ്ട് ഇത് വാക്സിൻ നമ്മൾ എടുത്തിട്ടുമില്ല. പിന്നെ നമ്മുടെ ആശുപത്രിയിൽ ഡോക്ടർ നിലവിൽ വന്ന നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ പോയി, പുതിയ ഡോക്ടർ വന്നു. പുള്ളിക്കാരത്തി ഒരാഴ്ച ഇവിടെ ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്ത് പുള്ളിക്കാരത്തി പോവുകയും ചെയ്തു. ഡോക്ടർ ഇല്ല. പിന്നെ മൂന്നാറിൽ നിന്ന് മൊബൈൽ യൂണിറ്റും ഒക്കെ വന്നാണ് അവർ നോക്കി ചികിത്സിച്ചത്. ബാബുരാജിന്റെ കാലിത്തൊഴുത്തിൽ ഇനി അവശേഷിക്കുന്നത് 1 പശുവും 2 കിടാക്കളും മാത്രമാണ്. ഇവയ്ക്കും രോഗം വരാതിരിക്കാൻ തൊടുപുഴയിൽ നിന്നും വാക്സിൻ എത്തിച്ച് പ്രതിരോധ കുത്തിവയ്പ് നൽകിയിട്ടുണ്ട്. പശുക്കളിലെ എച്ച് രോഗബാധ ആദ്യ സമയം ബാബുരാജ് തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെയാണ് രോഗബാധ തിരിച്ചറിഞ്ഞത്. ക്ഷീരമേഖലയിൽ തുടരുന്ന കർഷകരുടെ എണ്ണം ചുരുങ്ങി വരുന്ന സമയത്താണ് ഈ മേഖലയിൽ അതിജീവനം നടത്തിയിരുന്ന ബാബുരാജിന് പശുക്കളിലെ എച്ച് രോഗബാധ വിനയായത്. സിറ്റി വിഷൻ, മാങ്കുളം. കൂട്ടാർ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ PTA പൊതുയോഗവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മൊബൈൽ അഡിഷൻ സ്വഭാവ രൂപീകരണം എന്ന വിഷയത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സൈനബ ബീവി ക്ലാസുകൾ നയിച്ചു. പള്ളിയങ്കടത്തിൽ ചേർന്ന യോഗം ചോറ്റുപാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ P. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. പഠനകാര്യങ്ങളിൽ പോലും പലപ്പോഴും കുട്ടികൾ ആശ്രയിക്കുന്നത് ഈ സൈലം പോലെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ ആശ്രയിക്കുന്ന കുട്ടികൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിനെ മാറ്റി വെച്ചിട്ട് അങ്ങനെയുള്ള ഈ സൈലം പോലെയുള്ള ഓൺലൈൻ ലേണിംഗ് മാധ്യമങ്ങളിലൂടെ കുട്ടികൾ പഠിച്ചു വരുന്നൊക്കെയായിട്ട് കാണുന്നു. അവരെ ഈ മദ്രസ പഠനം പോലും പലരും ഓൺലൈനിൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്ത് പ്രധാന ഇമാം ഷമീർ മൗലവി ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തി. വളരെ ഗഹനമായ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മൊത്തത്തിൽ സൂചിപ്പിച്ചിരുന്നു. ചുരുക്കത്തിൽ നമ്മൾ മാതാപിതാക്കളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ. നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞത് മക്കളെന്ന് പറയുന്നത് കുല്ലു വലത് ജീവനെന്ന് പറയുന്നത് ലോകത്ത് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെല്ലാം ശുദ്ധ പ്രകൃതത്തിൽ ഉണ്ടാവുന്നവരാണ്. ജമാഅത്ത് പ്രസിഡന്റ് K. നിസാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ സൈനബ ബീബി ടീച്ചറെ ആദരിച്ചു. അന്ന് ഈ നാട്ടിലുള്ള സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർ എന്നെ ആദരിക്കുന്നു. തുടർന്ന് ടീച്ചറുടെ നേതൃത്വത്തിൽ മൊബൈൽ അഡിഷൻ സ്വഭാവ രൂപീകരണം എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. യോഗത്തിൽ ജമാഅത്ത് സെക്രട്ടറി മുഹമ്മദ് അലി നൌഷദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.